നമസ്കാരം സുഹൃത്തുക്കളെ, എൻ്റെ പേര് അശ്വതി. വെൽക്കം ടു ഹർഷിതം എഡ്യൂടെക്. PSC 2023-24 വർഷങ്ങളിൽ ചോദിച്ച പ്രധാനപ്പെട്ട സയൻസ് ക്വസ്റ്റ്യൻസിന്റെ ഡിസ്കഷനാണ്. ക്ലാസ്സിലേക്ക് പോകാം. സൂര്യനെ കുറിച്ച് പഠിക്കാനുള്ള ഇന്ത്യയുടെ ദൗത്യം ആദിത്യ L1 ആണ്. ആദിത്യ L1. മനുഷ്യ ശരീരത്തിലെ ഏറ്റവും ചെറിയ അസ്ഥി എവിടെ കാണപ്പെടുന്നു? ചെവിക്കുള്ളിലെ സ്റ്റേപ്പിസ് എന്ന അസ്ഥിയാണ്. താഴെ നൽകിയിരിക്കുന്നവയിൽ ശരിയായ പ്രസ്താവനകൾ ഏതെല്ലാം? വൈറ്റമിൻ എയുടെ കുറവ് മൂലം ഉണ്ടാകുന്ന രോഗാവസ്ഥയാണ് നിശാന്തത. ബെറിബറി എന്ന രോഗം വൈറ്റമിൻ ബിയുടെ കുറവ് മൂലം ഉണ്ടാകുന്നു. ബുദ്ധിമാന്റെ നെല്ല് എന്നറിയപ്പെടുന്ന നെല്ലിനം ഏത്? പൊക്കാളിയാണ്, പൊക്കാളി. കേരള വനഗവേഷണ സ്ഥാപനം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? പീച്ചിയിലാണ്, പീച്ചി. ഒരു ആഹാര ശൃംഖലയിലെ ഒന്നാമത്തെ ട്രോപിക തലത്തിലെ ജീവികൾ എപ്പോഴും ആരായിരിക്കും? ഉൽപാദകർ, ഹരിതസസ്യങ്ങളാണ്. പവിഴപ്പുറ്റുകൾ കടലിലെ മഴക്കാടുകൾ എന്ന പുസ്തകം എഴുതിയത് ആര്? അരുൺ അലോഷ്യസ് ആണ്, അരുൺ അലോഷ്യസ്. ഗുണനിലവാരം നിലനിർത്തി സവാള കൂടുതൽ കാലം കേടാകാതെ സൂക്ഷിക്കാനുള്ള സംവിധാനം കണ്ടെത്തിയ സ്ഥാപനം ഏത്? ബാർക്കാണ്, ബാബ അറ്റോമിക് റിസർച്ച് സെന്റർ. താഴെ പറയുന്നവയിൽ ശരിയായ പ്രസ്താവനകൾ ഏതെല്ലാമാണ്? താപത്തിന്റെ SI യൂണിറ്റ് ജൂൾ, താപനിലയുടെ SI യൂണിറ്റ് കെൽവിൻ. രണ്ടുമാണ് ശരി. താഴെ പറയുന്നവയിൽ തെറ്റായ ജോഡി ഏത്? ബലം പാസ്കൽ. പാസ്കൽ എന്നത് പ്രഷറിന്റെ യൂണിറ്റ് ആണ്. പവർ വാട്ട്, പ്രവൃത്തി ജൂൾ, ഊർജം ജൂൾ. അലുമിനിയത്തിന്റെ ഒരു ധാതു ക്രയോലൈറ്റ് ആണ്, ക്രയോലൈറ്റ്. തെർമോപ്ലാസ്റ്റിക്കിന് ഉദാഹരണം അല്ലാത്തത് ഏത്? ബേക്ക്ലൈറ്റ് ആണ്. പോളിത്തീൻ, PVC, നൈലോൺ ഒക്കെ തെർമോപ്ലാസ്റ്റിക്കിന് ഉദാഹരണമാണ്. ബേക്ക്ലൈറ്റ് തെർമോസെറ്റിംഗ് പ്ലാസ്റ്റിക് ആണ്. കോൺവെക്സ് ലെൻസ് ഉപയോഗിച്ച് പരിഹരിക്കാവുന്ന കണ്ണിന്റെ ന്യൂനതകൾ ഏതൊക്കെ? ദീർഘദൃഷ്ടി, വെള്ളെഴുത്ത് എന്നിവയാണ്. ദീർഘദൃഷ്ടി, വെള്ളെഴുത്ത്. 2023 സെപ്റ്റീമിയാസ് അവാർഡ്സിൽ മികച്ച ഏഷ്യൻ നടനായി തെരഞ്ഞെടുക്കപ്പെട്ട നടൻ ആര്? ടോവിനോ തോമസ് ആണ്, ടോവിനോ തോമസ്. 38ാമത് ദേശീയ ജൂനിയർ അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പിന് വേദിയായ നഗരം ഏതാണ്? കോയമ്പത്തൂർ, കോയമ്പത്തൂരാണ്. താഴെ പറയുന്ന പ്രസ്താവനകളിൽ ശരിയായത് ഏത്? ഡിഫ്തീരിയ ബാക്ടീരിയ മൂലമുണ്ടാകുന്ന രോഗമാണ്. ഇത് മാത്രമാണ് ശരി. അനോഫിലസ് പെൺകൊതുകുകൾ വാഹകരായിട്ടുള്ള രോഗം ഏത്? മലമ്പനിയാണ്, മലമ്പനി. ശരിയായ ജോഡി ഏതാണ്? ക്ഷയം പ്രതിരോധ വാക്സിനാണ് BCG. ഒന്ന് മാത്രമാണ് ശരി. രക്തത്തിലെ ഹീമോഗ്ലോബിന്റെ നിർമ്മാണത്തിന് ആവശ്യമായ ഘടകം ഏത്? ഇരുമ്പാണ്, ഇരുമ്പ്. താഴെ പറയുന്നവയിൽ ജീവിതശൈലി രോഗം അല്ലാത്തതേത്? ഹീമോഫീലിയ ഒരു ജനിതക രോഗമാണ്. ഫാറ്റി ലിവർ, പ്രമേഹം, പക്ഷാഘാതം, പൊണ്ണത്തടി ഇവയൊക്കെ ജീവിതശൈലി രോഗങ്ങളാണ്. താഴെ പറയുന്നവയിൽ അവയവദാനവുമായി ബന്ധപ്പെട്ട പദ്ധതി ഏതാണ്? മൃതസഞ്ജീവിനിയാണ്, മൃതസഞ്ജീവിനി. അശ്വമേധം പദ്ധതി ഏതു രോഗവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? കുഷ്ഠവുമായി ബന്ധപ്പെട്ട പദ്ധതിയാണ് അശ്വമേധം. നിപ്പ രോഗത്തിന്റെ പ്രകൃതിയാലുള്ള വാഹക ജീവി ഒരുപാട് തവണ ചോദിച്ചിട്ടുണ്ട്. പ്രകൃതിയാലുള്ള വവ്വാൽ. ആതിഥേയ ജീവിയുടെ ജനിതക സംവിധാനം ഉപയോഗിച്ച് പെരുകാൻ കഴിവുള്ള രോഗാണു ഏതാണ്? വൈറസ് ആണ്, വൈറസ്. ആയുഷ് വകുപ്പിൽ ഉൾപ്പെടാത്ത ചികിത്സാ രീതി ഏത്? ആയുഷ് വകുപ്പിൽ ഉൾപ്പെടാത്ത അലോപ്പതിയാണ്. ആയുർവേദം, ഹോമിയോപ്പതി, യുനാനി ഒക്കെ ആയുഷ് എന്നതിൽ ഉൾപ്പെടുന്നു. താഴെ പറയുന്നവയിൽ എക്സൈസ് വകുപ്പുമായി ബന്ധപ്പെട്ട പദ്ധതി ഏത്? വിമുക്തിയാണ്, വിമുക്തി. സർക്കാർ ജീവനക്കാർക്ക് വേണ്ടിയുള്ള ഇൻഷുറൻസ് പദ്ധതി ഏത്? മെഡിസെപ്പ് ആണ്, മെഡിസെപ്പ്. ശൈശവ വിവാഹം തടയുന്നതിന്റെ ഭാഗമായി വിവരം നൽകുന്നവർക്ക് പാരിതോഷികം നൽകുന്ന വനിതാ ശിശുവികസന വകുപ്പിന്റെ പദ്ധതിയുടെ പേരെന്താ? പൊൻവാക്ക്, പൊൻവാക്ക്. മൃതസഞ്ജീവിനി പദ്ധതിയുടെ ഗുഡ്വിൽ അംബാസിഡർ ആരാണ്? മോഹൻലാൽ ആണ്, മോഹൻലാൽ. മനുഷ്യ ശരീരത്തിലെ അരിപ്പ എന്നറിയപ്പെടുന്ന അവയവം ഏത്? വൃക്കയാണ് മനുഷ്യ ശരീരത്തിലെ അരിപ്പ എന്നറിയപ്പെടുന്ന അവയവം. ദന്തക്ഷയത്തിന് കാരണമായി പ്രവർത്തിക്കുന്ന ആസിഡ് ഏതാണ്? ലാക്റ്റിക് ആസിഡ് ആണ് ദന്തക്ഷയത്തിന് കാരണമായി പ്രവർത്തിക്കുന്ന ആസിഡ്. വിറ്റാമിൻ ഡിയുടെ അപര്യാപ്തത മൂലമുണ്ടാകുന്ന രോഗം കണാരോഗമാണ്, കണാരോഗം.
സങ്കരയിനം വിളകളെ സംബന്ധിച്ച് താഴെ തന്നിട്ടുള്ള പ്രസ്താവനകളിൽ ശരിയായവ ഏതെല്ലാം? സങ്കരയിനം വിളകളെ സംബന്ധിച്ച് ജ്യോതിക സങ്കരയിനം പയർവിത്തിന് ഉദാഹരണമാണ്. കിരൺ സങ്കരയിനം വെണ്ടയാണ്. ഇത് രണ്ടും ശരിയാണ്. ഉജ്വല എന്താണ്? പച്ചമുളകാണ്. മുക്തി എന്താണ്? സങ്കരയിനം തക്കാളിയാണ്. മുക്തി, അനഘ, അക്ഷയ എന്നിവയൊക്കെ സങ്കരയിനം തക്കാളിയാണ്. വഴുതനയുടെ സങ്കരയിനങ്ങൾ സൂര്യ, ശ്വേത, ഹരിത, നീലിമ എന്നിവയാണ്. വെണ്ട കിരൺ, അർക്ക, അനാമിക, സൽകീർത്തി. പച്ചമുളക് ഉജ്വല, ജ്വാലാമുഖി, അനുഗ്രഹ. പയർ ലോല, മാലിക, ഭാഗ്യലക്ഷ്മി, ജ്യോതിക. നെല്ല് പവിത്ര, ഹ്രസ്വ, അന്നപൂർണ. ഇനി പ്രിയങ്കയോ? പാവലാണ്. പ്രിയങ്ക എന്നത് സങ്കരയിനം പാവലാണ്. അടുത്ത ചോദ്യം, ദേശീയ ഊർജ സംരക്ഷണ ദിനമായി ആചരിക്കുന്നത് എന്ന്? ഡിസംബർ മാസം 14 തീയതിയാണ് ദേശീയ ഊർജ സംരക്ഷണ ദിനമായി ആചരിക്കുന്നത്. ഇന്ത്യൻ ഹരിത വിപ്ലവത്തിന്റെ പിതാവ് ആരാണ്? MS സ്വാമിനാഥനാണ് ഇന്ത്യൻ ഹരിത വിപ്ലവത്തിന്റെ പിതാവ്. കേരളത്തിൽ ഏറ്റവും കൂടുതൽ കണ്ടൽ കാടുകൾ ഉള്ള ജില്ല ഏതാ? കണ്ണൂർ ജില്ലയിലാണ് ഏറ്റവും കൂടുതൽ കണ്ടൽ കാടുകൾ ഉള്ളത്. താഴെ പറയുന്ന ഏതെല്ലാം ഘടകങ്ങളെ അടിസ്ഥാനപ്പെടുത്തിയാണ് ലബോറട്ടറി തെർമോമീറ്റർ പ്രവർത്തിക്കുന്നത്? ലബോറട്ടറി തെർമോമീറ്റർ പ്രവർത്തിക്കുന്നത് ദ്രാവകത്തിന്റെ സങ്കോചിക്കാനുള്ള കഴിവിനെയും ദ്രാവകത്തിന്റെ വികസിക്കാനുള്ള കഴിവിനെയും അടിസ്ഥാനമാക്കിയാണ്. പ്രകാശ പ്രകീർണനത്തിന് പ്രകൃതിയിൽ നിന്നുള്ള ഒരു ഉദാഹരണം മഴവില്ലാണ്. മഴവില്ല്. താഴെ പറയുന്നവയിൽ ദോലനത്തിന് ഉദാഹരണം ഏത്? ഓസിലേറ്ററി മോഷൻ ഉദാഹരണം ഊഞ്ഞാലിന്റെ ചലനമാണ്. ഊഞ്ഞാലിന്റെ ചലനം. ഒരു സോളാർ സെല്ലിൽ നടക്കുന്ന ഊർജമാറ്റം എന്താണ്? സൗരോർജം വൈദ്യുതോർജമായി മാറുന്നു. സൗരോർജം എന്തായി മാറുന്നു? വൈദ്യുതോർജമായി മാറുന്നു. ഹൈഡ്രജനുമായി ബന്ധപ്പെട്ട് തെറ്റായ പ്രസ്താവന ഏതാണ്? ഹൈഡ്രജൻ രൂക്ഷഗന്ധമുള്ള വാതകമാണ്. അത് തെറ്റ്. നിറമില്ലാത്ത വാതകമാണ്. പെട്ടെന്ന് തീപിടിക്കുന്നതും പൊട്ടിത്തെറിക്കുന്നതുമായ വാതകമാണ്. റോക്കറ്റിൽ ഇന്ധനമായി ഉപയോഗിക്കുന്നു. ഇത് മൂന്നും ശരിയാണ്. 2023 രസതന്ത്രത്തിനുള്ള നൊബേൽ പുരസ്കാരം ലഭിച്ചത് താഴെ പറയുന്ന ഏത് മേഖലയുമായി ബന്ധപ്പെട്ട കണ്ടുപിടുത്തത്തിനാണ്? 2023 രസതന്ത്രത്തിനുള്ള നൊബേൽ പുരസ്കാരം ലഭിച്ചത് ക്വാണ്ടം ഡോട്ടുകളുടെ കണ്ടുപിടുത്തത്തിനും അതിന്റെ സങ്കലനത്തിനുമാണ്. ഒരുപാട് തവണ ഓൾറെഡി ചോദിച്ചു. ഇന്ത്യയുടെ സൂര്യ ദൗത്യമായ ആദിത്യ L1 2023 സെപ്റ്റംബർ 2 ISRO ശ്രീഹരിക്കോട്ടയിൽ നിന്ന് വിക്ഷേപിച്ചു. ഇതല്ലേ നേരത്തെ ചോദിച്ച ചോദ്യം. സെപ്റ്റംബർ 2 വിക്ഷേപിച്ച ദൗത്യം ഏതാണ്? ഉത്തരം ഇവിടെ തന്നെ കൊടുത്തിട്ടുണ്ട്, ആദിത്യ L1. ഇതിൽ ആദിത്യ L1 എന്ന പേരിലുള്ള L1 എന്നത് എന്തിനെയാണ് സൂചിപ്പിക്കുന്നത്? ലഗ്രാഞ്ചിയൻ പോയിന്റ് 1നെയാണ് സൂചിപ്പിക്കുന്നത്. ഡ്രൈ ഡേ ആചരിക്കുന്നതിലൂടെ നിയന്ത്രിക്കാൻ കഴിയുന്ന രോഗം ഏത്? ഡെങ്കിപ്പനിയാണ്. ഡ്രൈ ഡേ എന്നാൽ കൊതുക് നിവാരണമാണ്. അപ്പം അതിലൂടെ കൊതുക് പരത്തുന്ന രോഗമായ ഡെങ്കിപ്പനിയെ നിയന്ത്രിക്കാൻ കഴിയുന്നു. അനോഫിലസ് പെൺകൊതുകുകൾ പരത്തുന്ന രോഗം മലമ്പനിയാണ്. മലമ്പനി. ക്ഷയരോഗത്തിന്റെ രോഗകാരി മൈക്കോബാക്ടീരിയം ട്യൂബർകുലോസിസ് ആണ് ക്ഷയരോഗത്തിന്റെ രോഗകാരി. ജീവിതശൈലി രോഗം അല്ലാത്തത് ഏത്? ഹീമോഫീലിയ, അതൊരു ജനിതക രോഗമാണ്. അതിറോസ്ക്ലീറോസിസ്, പ്രമേഹം, ഹൃദയാഘാതം, ഫാറ്റി ലിവർ, പൊണ്ണത്തടി ഇവയൊക്കെ ജീവിതശൈലി രോഗങ്ങളാണ്. ലോക പ്രമേഹ ദിനമായി ആചരിക്കുന്നത് എന്നാണ്? നവംബർ 14 ആണ്. നവംബർ 14. പുകവലി മൂലം ശ്വാസകോശത്തെ ബാധിക്കുന്ന രോഗങ്ങൾ ഏതെല്ലാം? എംഫീസീമ, ബ്രോങ്കൈറ്റീസ് എന്നിവ. എംഫീസീമ, ബ്രോങ്കൈറ്റീസ് എന്നിവ പുകവലി മൂലം ശ്വാസകോശത്തെ ബാധിക്കുന്ന രോഗങ്ങളാണ്. ശരീരകലകളുടെ നിർമ്മാണത്തിന് ആവശ്യമായ പോഷക ഘടകമാണ് മാംസ്യം. പ്രോട്ടീനാണ്. പ്രോട്ടീൻ ശരീരകലകളുടെ നിർമ്മാണത്തിന് ആവശ്യമായത്. ഏത് വിറ്റാമിന്റെ അപര്യാപ്തതയാണ് നിശാന്തത എന്ന രോഗത്തിന് കാരണം? വിറ്റാമിൻ എയുടെ അപര്യാപ്തത. സാമൂഹ്യനീതി വകുപ്പിന്റെ കീഴിലുള്ള സർക്കാർ വൃദ്ധസദനങ്ങളിൽ താമസക്കാരുടെ ആരോഗ്യ പരിരക്ഷയ്ക്കായുള്ള പദ്ധതി ഏതാ? വയോ അമൃതം. വയോ അമൃതം. HIV ബാധിതരുടെ മക്കൾക്ക് പ്രത്യേകം കരുതൽ നൽകാൻ കേരള സർക്കാർ നടപ്പാക്കിയ പദ്ധതിയാണ് സ്നേഹപൂർവം പദ്ധതി. സ്നേഹപൂർവം പദ്ധതി. കേരളത്തിൽ കുങ്കുമപ്പൂ കൃഷി ചെയ്യുന്നത് ഏത് ജില്ലയിലാണ്?
ഇടുക്കി ജില്ലയിലാണ് കുങ്കുമപ്പൂ കൃഷി ചെയ്യുന്നത്. ജീവിതശൈലി രോഗങ്ങളുടെ നിയന്ത്രണത്തിനായി കേരള സർക്കാർ കൊണ്ടുവന്ന മൊബൈൽ ആപ്ലിക്കേഷൻ ഏതാണ്? ശൈലി എന്നതാണ്. ശൈലി. കോവിഡ് വാക്സിൻ വികസിപ്പിക്കുന്നതിൽ നിർണായക പങ്ക് വഹിച്ച് 2023 വൈദ്യശാസ്ത്ര നൊബേൽ സമ്മാനം കരസ്ഥമാക്കിയ ശാസ്ത്രജ്ഞർ ആരൊക്കെ? കാറ്റലിൻ കാരിക്കോ, ഡ്രൂ വെയ്സ്മാൻ എന്നിവരാണ്. കാറ്റലിൻ കാരിക്കോ, ഡ്രൂ വെയ്സ്മാൻ. 2023 പരിസ്ഥിതി ദിനാഘോഷങ്ങൾക്ക് ആതിഥേയത്വം വഹിച്ച രാജ്യം ഏത്? നെതർലാൻഡ് ആണ്. നെതർലാൻഡ്. ഓക്കെ, അപ്പോൾ ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് ഇന്ന് ഡിസ്കസ് ചെയ്തത്.